നേരെ വിളിച്ചാകുമ്പോൾ തന്നെ അമ്മയും മക്കളും KSRTC യാത്രയിലാട്ടാ. KSRTC ബസ്സിലെ യാത്ര. എങ്ങനെ പിന്നെ അത് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ വീട്ടിലേക്കാട്ടെ. എൻ്റെ അമ്മാമ്മയുടെ ചാത്താണ്, ആണ്ട് ശ്രാദ്ധം എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. അങ്ങനെ ചാവക്കാട് വരെ ബസ്സിന് വന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞാങ്ങള ഈശ്വമാർന്ന് ഹെൽമെറ്റൊക്കെ മേടിച്ചിട്ട് ചാവക്കാട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് റൂട്ടുണ്ട്, പക്ഷെ വളഞ്ഞു തിരിഞ്ഞ ഏതൊക്കെയോ റൂട്ട് വഴി കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ കൊച്ചാപ്പിൻ്റെ മുടി ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ എന്നെ കൊണ്ട് മനഃപൂർവ്വം എടുപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇനി ഞങ്ങൾ 4 പേരും കൂടി കുത്തി കയറ്റി നമ്മുടെ അതേ കൊട്ടപ്പടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മാമൻ്റെ വീടാണ്. ഇതിന് മുന്നേ ഞാൻ കൊട്ടപ്പിടിത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, പൂരത്തിൻ്റെ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തി അമ്മായി ജ്യൂസൊക്കെ തരുന്നുണ്ട്. പിള്ളേരുടെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലുണ്ടായിരുന്ന പോലെ ഇവിടെ എത്തിയാൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് തരാറുണ്ട്. അതുപോലെ എൻ്റെ മകൾക്കും അമ്മായി മാഗി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുതലില്ലാത്ത കുറവ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അത് പ്രത്യേകം പറയാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവൾ. അങ്ങനെ പിന്നെ വിതക്കിലായി. നേരത്തെ കാണിച്ച ഫോട്ടോയാണ് അമ്മാമ്മ. ഇത് വല്യമ്മയാണ്, മാമൻ്റെ കൂടെയാണ് നിൽക്കണത്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ പിന്നെ എന്താ പറയുക, വീതക്കിലായിട്ടാണ്. അപ്പോൾ മാമനാണ് ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മായി എല്ലാം ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെ ഇത് വിളമ്പണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായിക്ക് എല്ലാം അറിയാം. അമ്മായി ആൾ സെറ്റാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാം കൊണ്ട് നടക്കുന്നത് അമ്മായിയാണ്. അതാണ് ആ വീടിൻ്റെ ഭയങ്കര ഐശ്വര്യം എന്ന് പറയാം കേട്ടോ. അങ്ങനെ പിന്നെ ഇത് ഒരു വല്യമ്മയുടെ മോനാണ് കേട്ടോ ഭൂഷണൻ. ആളെ കൊണ്ടുപോയിട്ട് മാമൻ്റെ കടയിൽ പോയിട്ട് 2 പേർക്ക് 2 ലേസൊക്കെ എടുത്തു കൊടുക്കുന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് തരാൻ പറഞ്ഞപ്പോൾ കൊച്ചാപ്പിരയിൽ കഴിഞ്ഞു എന്നാണ് കേട്ടോ പറയണേ. അങ്ങനെ പിന്നെ പിള്ളേർക്ക് ഫുഡ് കൊടുത്തു. അമ്മായി അച്ചാർ എടുക്കണം കേട്ടോ. നെല്ലിക്കയും നാരങ്ങയും മാങ്ങയും ഇട്ടിട്ടുണ്ട്. അടിപൊളി അച്ചാറാണ് കേട്ടോ അമ്മായിയുടെ അച്ചാർ. അങ്ങനെ പിന്നെ പപ്പടം വിളമ്പി. മിതു വന്നിട്ട് എല്ലാവർക്കും ബിരിയാണിയും കാര്യങ്ങളൊക്കെ വിളമ്പിട്ടാണ്. അപ്പോൾ ഈ 2 ചെറുതുങ്ങളായിട്ട് മാമൻ കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അതേ ഒരു കിറ്റ് നിറച്ച് ബേക്കറിയും ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മാമൻ പറഞ്ഞു ഇപ്പം എന്തായാലും എടുക്കണ്ട, വേഗം കൊണ്ടുപോയി എടുത്തേച്ചോളം പറഞ്ഞപ്പോൾ ഞാൻ ഭദ്രമായിട്ട് അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. അതിന് ശേഷം നമുക്ക് പായസം, പപ്പടം അത് കൂടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു വിട്ടാ. കണ്ണനും അമ്മും ഇല്ല കേട്ടോ. അതിൻ്റെ ഭയങ്കരമായ കുറവ് അവിടെ ഉണ്ട്. ഒരച്ഛൻ ബഹളവും ഉണ്ടാവില്ല. ഞാൻ ഏത് ഫംഗ്ഷന് പോയാലും ഫോട്ടോ എടുക്കൽ വീഡിയോകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർ 2 പേരും ഇല്ലാത്ത കാരണം വലിയ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഇവരൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊച്ചാപ്പീനെ വിളിച്ചേക്കായിരുന്നു. മാമൻ ഐസ്ക്രീം തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ അവൻ വന്നു. അത് കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടി ഇറങ്ങി പോയിട്ടാ. വേറെ ഒരു കിറ്റ് മേടിച്ച് വെച്ചിട്ടാട്ടോ അവൻ്റെ വ്യാമോഹങ്ങളൊക്കെ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഉമാർത്തിരുന്നിട്ട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ പിള്ളേരെ കുറച്ച് നേരം കെടുത്തി ഉറക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതും ചേട്ടനും ഉണ്ണികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചായ കുടിക്കാനായിട്ട് ഇരുന്നു. ചായ കുടിച്ചപ്പം തന്നെ കുഞ്ഞേട്ടൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളവരോടൊക്കെ യാത്ര പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങി കുഞ്ഞേട്ടൻ ഇതേ നമ്മുടെ സേഫായിട്ട് നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വീടെത്തിയപ്പോൾ അതേ സിനോചേട്ടനുള്ള ഫുഡൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സിനോചേട്ടന് മാത്രമല്ല ഞങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളും പായസമൊക്കെ ഇവിടെ റെഡിയാണ്.